Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും സദ്യയിൽ കൂടുതൽ ഇഷ്ടമുണ്ടാവുക ഈ ഒരു പൈനാപ്പിൾ പച്ചടി ആയിരിക്കും. എനിക്കും കൂടുതൽ ഇഷ്ടമുള്ളത് പൈനാപ്പിൾ പച്ചടി തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 കപ്പ് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൈനാപ്പിൾ വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ പൈനാപ്പിൾ വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് പൈനാപ്പിൾ കുറച്ച് കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് ഞാനിപ്പോൾ വേവിച്ചെടുക്കുന്നത്. ചിലർക്ക് നന്നായി വെന്തുടയുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നന്നായി വേവിച്ചെടുത്തിട്ട് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ പച്ചമുളകാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ കടുക് നന്നായിട്ട് അരഞ്ഞു പോയാൽ കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ നന്നായി അരച്ചെടുത്തതിന് ശേഷം മാത്രം ലാസ്റ്റ് കടുക് ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കാതെ നമുക്ക് കടുക് സെപ്പറേറ്റ് ആയിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇട്ടിട്ട് അടിക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ തേങ്ങയിൽ കടുക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അത്യാവശ്യം വേവായിട്ടുണ്ട്. അതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പൈനാപ്പിൾ വെന്തുടയുന്നതാണ് ഇഷ്ടമെങ്കിൽ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ എനിക്ക് പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങയിലത്തെ വെള്ളം വറ്റി കിട്ടാനും പിന്നെ തേങ്ങയുടെ പച്ചമണം മാറി കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 മിനിറ്റ് നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. മധുരം കുറവുള്ള പൈനാപ്പിൾ ആണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പഞ്ചസാരയുടെ പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും ഉണക്കമുളകൊക്കെ ഒന്ന് താളിച്ചിട്ട് ഒഴിക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 2 ഉണക്കമുളക് നടുകെ മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ താളിച്ചത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഈ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.